വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെ. ആ ദിവസങ്ങളിൽ വലിയ ജനക്കൂട്ടം വന്നു ചേർന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരെ വിളിച്ച് അവരോട്, ഈ ജനസംഭവം ഇതാ 3 ദിവസമായി എന്നോട് ഒന്നിച്ചു കഴിയുന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ലാത്തതിനാൽ അവരെ കുറിച്ചിരിക്കാൻ മനസ്സിൽ തോന്നുന്നു. ഞാനവരെ പട്ടിണിയായ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. എന്നാൽ അവരിൽ ചിലർ ദൂരെ നിന്ന് വന്നവരാകുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഇവരെ എല്ലാവരെയും അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ ഈ വിജന സ്ഥലത്ത് എങ്ങനെ കഴിയും എന്ന് ചോദിച്ചു. അവനവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചതിന് 7 എന്ന് അവർ അറിയിച്ചു. അവൻ ജനങ്ങളോട് നിലത്തെ പക്ഷത്തിൽ ഇരിക്കുവാൻ കൽപ്പിച്ചിട്ട് ആ 7 അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. അവർ ജനത്തിനെ വിളമ്പി. കുറെ മത്സ്യവും ഉണ്ടായിരുന്നു. അവയും അവൻ വാഴ്ത്തിയിട്ട് വിളമ്പുവാൻ പറഞ്ഞു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടികളിലാക്കി എടുക്കുകയും ചെയ്തു. ഭക്ഷിച്ച ആളുകൾ 4000 പേരോളമായിരുന്നു. ഉണ്ടായിരുന്നു. അവനവരെ പിരിച്ചയച്ചിട്ട് ഉടനെ ശിഷ്യന്മാരോടുകൂടെ വഞ്ചിയിൽ ദൽമനൂസ എന്ന സ്ഥലത്തേക്ക് പോയി. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം അനുഗ്രഹകരമായ വലിയ നോമ്പിലെ 3-ാം ശനിയാഴ്ച വായിക്കുവാൻ പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഈ വേദഭാഗം പരിചയമില്ലാത്ത ചില പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മളെ ആനയിക്കുവാൻ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. 3 വാരം നോമ്പെടുത്ത ശേഷം 4-ാം ഞായറാഴ്ചയിലേക്ക് നാളെ നമ്മൾ പ്രവേശിക്കുകയാണ്. 3 ആഴ്ച നോമ്പെടുക്കുന്നവർക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ നോമ്പിന്റെ 3-ാം ശനിയാഴ്ച നമ്മൾ ഈ വേദഭാഗം വായിച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവർക്ക് തൃപ്തിയായെന്നാണ് പറയുന്നത്. ജനം ഭക്ഷിച്ച് തൃപ്തരായി. നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ ആവശ്യങ്ങൾ സാധിച്ച് തൃപ്തരാകുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് അനുഗ്രഹം തരുന്ന ദിവസമായി വലിയ ജനക്കൂട്ടത്തെ കണ്ട് മനസ്സിലിഞ്ഞ കർത്താവ് നമ്മളെ കണ്ടും മനസ്സിലിഞ്ഞിരിക്കുകയാണ്. 3 ആഴ്ചകളിലായി നമ്മൾ ചെയ്തതായ പ്രാർത്ഥനയിലും ഉപവാസത്തിലുള്ള കുറവുകളൊക്കെ പരിഹരിച്ച് കർത്താവ് കുറവില്ലാതെ നമ്മളെ വഹിച്ചുകൊണ്ട് 40 ദിവസം മരുഭൂമിയിൽ നടത്തിയതായ ആ ഉപവാസത്തിലും ആ പ്രാർത്ഥനയിലും നമ്മളെ മറച്ചു വെച്ചിട്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി നമ്മുടെ സങ്കടങ്ങൾ തീർന്നു പോകുവാൻ ഇന്നത്തെ കൂടി വരെ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആ ദിവസങ്ങളിൽ വലിയ ജനക്കൂട്ടം വന്നു ചേർന്നു. ഈ നോമ്പിന്റെ 3-ാം ശനിയാഴ്ച സങ്കേതഭവനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ ജനക്കൂട്ടത്തെ കർത്താവ് കണ്ട് മനസ്സലിഞ്ഞിരിക്കുകയാണ്. ആ കർത്താവ് മനസ്സലിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മളെ തൃപ്തരാക്കുന്നത്? നമ്മുടെ 3 ആഴ്ചക്കാലത്തെ നോമ്പിലെ കർത്താവിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ഉപേക്ഷിച്ചു, കർത്താവിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെല്ലാം കർത്താവ് കണ്ടറിഞ്ഞ് അതിനെല്ലാം അനുഗ്രഹിച്ച് നമുക്ക് സന്തോഷിച്ച് തരാൻ പോവുകയാണ്. എല്ലാ യാമപ്രാർത്ഥനകളിലും സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ സ്വർഗരാജ്യം, ദൈവരാജ്യം ഇവ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവെ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. ഈ നോമ്പെടുത്തിട്ട് ദൈവരാജ്യം നമ്മുടെ അടുത്ത് വന്നോ? ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ നമ്മളായോ? നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചോ? അങ്ങനെ ദൈവത്തെയും ദൈവത്തിൻ്റെ രാജ്യത്തെയും സ്വർഗത്തെയും സ്വർഗസ്ഥനായ പിതാവിനെയും എല്ലാം പരിചയപ്പെടുത്തിയ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം കാണുന്നവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരും സ്വർഗത്തിലെ ആനന്ദം അനുഭവിച്ചു തുടങ്ങുന്നവരും ആകാൻ ആഗ്രഹിക്കുന്നു. സ്വർഗമെന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം മാത്രം കിട്ടേണ്ട ഒരനുഭവമല്ല. അതിപ്പോൾ തുടങ്ങേണ്ടതാണ്, ഇവിടെ വെച്ച് ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മളെ സ്വർഗത്തിലാക്കുവാനും സ്വർഗത്തെ കാണിക്കുവാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുക്രിസ്തു മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സ്വർഗത്തിലേക്ക് പോയ ഏകയാള്. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് പോയ ആളിൻ്റെ കൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാനൊക്കെയുള്ളൂ. നമുക്ക് തനിച്ച് പോകാനൊക്കെയില്ല. സ്വർഗമാണ് നമ്മുടെ ലാക്ക്. ആ ലാക്കിലേക്ക് ഇന്നത്തെ നമ്മുടെ പ്രാണനെ പ്രവേശിക്കുവാൻ സാധിക്കും. ആ പ്രാണനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനം വരെ യാത്ര ചെയ്യുവാൻ ആ സ്വർഗീയ പിതാവിൻ്റെ ഏകപുത്രൻ്റെ മണവാട്ടിയായി ആ പുത്രനോട് ഒന്നു ചേർന്ന്
നിത്യതയിൽ നിത്യമായി സ്വർഗത്തിൽ വാഴുവാനുള്ള ഒരു വിളി നമുക്കുണ്ട്. പക്ഷേ ആ വിളി അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? ആ വിളിയും തിരഞ്ഞെടുപ്പ് അനുസരിച്ച് ഇടറാതെയും പതറാതെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ 8 കൂട്ടം കാര്യങ്ങൾ നമ്മൾ കൂട്ടിയിട്ടുണ്ടോ? ഈ നോമ്പിൻ്റെ 3-ാം വാരത്തിൽ ഇതൊക്കെ വീണ്ടും പരിശോധിക്കുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, ദൈവരാജ്യം കാണുക, ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കുക, നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കുക. ഈ അനുഭവങ്ങളെല്ലാം ഇന്ന് നമുക്ക് തുടങ്ങാവുന്ന ഒരു കാര്യമാണ്. ഇന്നലെ തുടങ്ങാമായിരുന്നു. മാമോദിസയുടെ അന്ന് തന്നെ തുടങ്ങിയതാണ്. പക്ഷെ ഇന്നത് നമുക്ക് അനുഭവമാകുന്നുണ്ടോ? അതെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് നിന്റെ രാജ്യം വരണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന അന്വർത്ഥമാക്കി നമ്മുടെ ആത്മാക്കൾ ദൈവരാജ്യത്തിൽ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾക്ക് എത്ര പേർക്ക് സന്തോഷം നൽകുന്നുണ്ട്? എഫേസ്യയിലെ 2-ാം അധ്യായത്തിൽ നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ ആത്മാക്കൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ശരീരം ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല. സ്വയത്തിൽ ആശ്രയിച്ച് പാപം ചെയ്തപ്പോൾ നമ്മുടെ പ്രാണൻ പാതാളത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് ദുഃഖകരമായ മറ്റൊരു സത്യമാണ്. അപ്പോൾ ഒരറ്റം സ്വർഗത്തിലും ഒരറ്റം പാതാളത്തിലും കുറേ ഭൂമിയിലും കുറേ വർദ്ധീസായാലും ഒക്കെ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന വശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് സ്വർഗസ്ഥനായ ആ പിതാവിൻ്റെ സ്വർഗത്തിൽ 100% എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലാക്ക്. 100% സ്വർഗത്തിലെത്താൻ ശരീരം മരിക്കുകയും കൂടെ വേണം. അപ്പോൾ ശരീരം മരിച്ചതിന് ശേഷം പ്രാണൻ മുഴുവൻ യേശുവിലായതിന് ശേഷം യേശുവിൻ്റെ കല്യാണത്തിന് വരുമ്പോൾ നമ്മുടെ ശരീരത്തെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴാണ് ദേഹവും ദേഹി ആത്മാവും ഒരുമിച്ച് സ്വർഗത്തിൽ സന്തോഷിക്കുന്നത്. എന്നാൽ അംശീയമായി സ്വർഗത്തിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാൻ സാധിക്കും. ഒരറ്റം അവിടെ എത്തിക്കഴിഞ്ഞു. ആ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന ആത്മാവിന് വസിക്കുവാൻ നമ്മുടെ ഓരോ ദിവസം പ്രാണനെ നമുക്ക് അയച്ചു കൊടുക്കാം. കർത്താവിൻ്റെ മാറിലെത്തിയിരിക്കുന്ന പ്രാണക്കുട്ടികൾ സ്വർഗത്തിലാണ് വസിക്കുന്നത്. 100% പ്രാണനും സ്വർഗത്തിലെത്തിയവരുടെ ദേഹവും അവിടെ എത്തുവാൻ തക്കവണ്ണം നമ്മൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി, ശരീരത്തിൻ്റെ ഉയർപ്പിനായി കാത്തിരിക്കുകയുമാണ്. ഇന്ന് നമുക്ക് ഇന്നലത്തേതിനേക്കാൾ ശകലം കൂടെ സ്വർഗത്തിലോട്ട് കയറാം. അങ്ങനെ 100% പ്രാണനും യേശുവിലായി അങ്ങനെ സ്വർഗം പൂർണ്ണമാകുന്നതുവരെയും ഈ അപൂർണതയിൽ ഉള്ള കെടുതികളെ പരിഹരിക്കുവാൻ ഈ രാജാവ് മിടുക്കനാണെന്നുള്ള കാര്യമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പല ഇല്ലായ്മകളും അല്ലായ്മകളും ആണ് നമ്മളിവിടെ വരുത്തിയിരിക്കുന്നത്. പല അസ്വസ്ഥതകളും പലതരത്തിലുള്ളതായ വേദനകളും നമ്മളെവിടെ ആക്കിയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കർത്താവിനെ അറിയിച്ചിട്ടുണ്ട്. കർത്താവ് അതെല്ലാം വായിച്ചിട്ട് അതെല്ലാം കണ്ടിട്ട് അത് എഴുതിയപ്പോൾ തന്നെ കണ്ടു. എഴുതണമെന്ന് വിചാരിച്ചപ്പോഴേ അറിഞ്ഞു. കർത്താവിന് മനസ്സിലിഞ്ഞിട്ട് നിങ്ങളെ കാണാൻ വന്നിരിക്കുക. അപ്പോൾ കർത്താവിന് മനസ്സിലിയാൻ കാരണം 3 ദിവസത്തേക്ക് അവർ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട് കൂടെ അങ്ങിരുന്നു. അപ്പോൾ 3 ആഴ്ചക്കാലം വേദപുസ്തകം വായിക്കുകയും കുമ്പിടുകയും പ്രാർത്ഥിക്കുകയും കുറിയലാശം ചൊല്ലുകയൊക്കെ ചെയ്തപ്പോൾ കർത്താവിനങ്ങ് മനസ്സിലിഞ്ഞിരിക്കുക. അയ്യോ, അവർക്ക് എന്തൊരു സങ്കടമാണ്. അപ്പോൾ അവരുടെ സങ്കടം തീർക്കേണ്ട ഞാനല്ലേ, അവരെന്നെ നോക്കിയല്ലേ വന്നത് എന്നൊക്കെ വിചാരിച്ച് കർത്താവ് മുൻകൈ എടുത്ത് പ്രശ്നം പരിഹരിക്കുന്ന രംഗം അവിടെ കാണുന്നു. അവരാരും അവിടെ ഒരു പ്രശ്നവും പരിഹരിക്കണമെന്ന് പറഞ്ഞില്ല. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വചനം അങ്ങ് കേട്ടു. വചനം കേട്ടപ്പോൾ അവർക്ക് ആശ്വാസമായി, പ്രത്യാശയായി, പ്രതീക്ഷകളായി. ഈ ദൈവരാജ്യത്തിൻ്റെ രാജാവ് ഇവരെ ഭരിക്കും, ഇവരുടെ കാര്യമെല്ലാം നടത്തുമെന്ന് അവർക്ക് ബോധ്യമായി. 3 ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ ഇനിയും അവരെ വിട്ടാൽ അവർ ക്ഷീണിച്ചു പോകുമെന്ന് കർത്താവാണ് കണക്ക് കൂട്ടിയെടുത്തത്. അങ്ങനെ 3-ാമത്തെ ദിവസത്തിൽ കർത്താവ് അവരുടെ ആത്മശരീരങ്ങളുടെ ആവശ്യം അറിഞ്ഞ് അവരെ സന്തുഷ്ടരായി പറഞ്ഞയക്കാൻ അവിടെ ഉണ്ടായിരുന്ന അല്പം അപ്പത്തെയും ഉണ്ടായിരുന്ന മീനിനെയും എല്ലാം വാഴ്ത്തി വിളമ്പിക്കൊടുത്ത് 7 വട്ടി മിച്ചം എടുത്തിട്ട് അവർ സന്തുഷ്ടരായി പോയെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ നോമ്പിൻ്റെ ലാക്ക് അതാണ്, എന്തവസ്ഥയിലും സന്തോഷരാകാൻ. അതാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം. അതിപ്പോൾ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ദൈവത്തെയും ദൈവരാജ്യത്തെയും ദൈവത്തിൻ്റെ മകനെ നമുക്ക് കിട്ടിയാൽ മതി, അതിനോട് എല്ലാം കിട്ടിക്കോളും. മുമ്പേ രാജ്യവും നീതി അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ തേടി വരും. താഴ്മയ്ക്കും മേഘഭക്തിക്കുള്ള പ്രതിഫലമായ ധനവും മാനവും ജീവനും നമ്മളെ തേടി വരും എന്ന് പറഞ്ഞ അനുഭവത്തിൽ നമ്മുടെ അസന്തുഷ്ടികൾ, നമ്മുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ സ്വർഗീയ രാജാവിനെ നമ്മൾ 100% രാജാവായി അംഗീകരിച്ചാൽ മതി. അവൻ്റെ കൂടെ അങ്ങ് ഇരുന്നാൽ മതി, അവൻ തന്നെ മുൻകൈ എടുക്കും. അപ്പം ദൈവം ഈ രാജാവ് മുൻകൈ എടുക്കുന്നിടം വരെ വേറൊന്നും മിണ്ടരുത്. രാജാവിൻ്റെ കൂടെ അങ്ങ് ഇരുന്നാൽ മതി, പറയുന്നൊക്കെ ഒന്ന് കേട്ടാൽ മതി. ഈ പാഠമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിശപ്പും അസന്തുഷ്ടിയും മാറ്റുവാൻ കൊണ്ടുവന്നിരിക്കുന്ന മഹത്വവും ശക്തിയും പ്രാണനും എല്ലാം ഇപ്പോൾ കർത്താവ് എടുത്ത് സ്വർഗത്തിലേക്ക് കാണിച്ച് വാഴ്ത്തി അത്ഭുതം ചെയ്യാൻ പോവാണ്. അതിനൊരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാവിലും പുത്തനുള്ളതായ വിശ്വാസങ്ങൾ പുതുക്കിയിരിക്കുന്നു. കാര്യസ്ഥനായ പരിശുദ്ധാത്മാരുള്ള നമ്മുടെ വിശ്വാസം പുതുക്കുന്ന ഈ സമയത്ത് നമ്മുടെ അസന്തുഷ്ടിയുടെ കാരണം എന്നാന്നുള്ള കാര്യം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മ ഇപ്പോൾ തരുമ്പോൾ അതനുസരിച്ച് യാചിക്കാൻ പോവുകയാണ്.
അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അസന്തുഷ്ടരായ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവ് പരിശുദ്ധാത്മാവൊക്കെ പറയും. കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, സാമ്പത്തിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, അങ്ങനെ പല തലങ്ങളിൽ നമുക്ക് സന്തുഷ്ടി ആവശ്യമുണ്ട്. സന്തുഷ്ടി ഇല്ലാത്തതിന് നിരാശയും അസന്തുഷ്ടിയും കോപവും ക്രോധവും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം, സന്തുഷ്ടിയുടെ രഹസ്യം എന്താണെന്നുള്ള കാര്യം ഇന്നത്തെ വേദഭാഗത്തിൽ നമ്മൾ കേട്ടു. അവർ ഭക്ഷിച്ച് തൃപ്തരായി പോകാൻ കാരണം അവരെല്ലാം മറന്ന് ദൈവരാജ്യത്തിൻ്റെ രാജാവിൻ്റെ കൂടെ 3 ദിവസം ഇരുന്നു. അവർ പിന്നെ ഒന്നും വിചാരിച്ചില്ല, അവർക്ക് ഒരാവശ്യമില്ല. എല്ലാം മറന്ന് യേശുവിന് 1-ാം സ്ഥാനം കൊടുത്ത്, വചനത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പുത്രൻ മുൻകൈ എടുത്ത് അവർ വഴി വെച്ച് തളർന്നു പോകുന്നുള്ള കാര്യം കർത്താവാണ് കണ്ടത്. അവരെ വഴി തളർത്താൻ പാടില്ല, വീഴ്ത്തിയാൻ പാടില്ല. ഇവിടെ വന്നവരെ സന്തുഷ്ടരായി, അവരെ സമൃദ്ധിയായ ജീവനുള്ളവരായി ജന്മസാഫല്യം അടയണമെന്നുള്ള കാര്യം കർത്താവാണ് തീരുമാനിച്ചു. നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ ഏതെങ്കിലും കാര്യം അസന്തുഷ്ടമായെങ്കിൽ കർത്താവ് മുൻകൈ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മുൻകൈ എടുക്കുന്നതാണെങ്കിൽ അതിനെ വിഷമം ചോദിക്കാൻ പോവാം. കർത്താവെ, ഞങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടും ആർത്തി കൊണ്ടും അസൂയ കൊണ്ടും മോഹങ്ങൾ കൊണ്ടും അഹങ്കാരം കൊണ്ടും ഞങ്ങൾ പലതും ആഗ്രഹിച്ചു എടുത്തു പോയി, ഒന്നും സാധിച്ചിട്ടില്ല, അസന്തുഷ്ടി മാത്രം. അപ്പോൾ ഇന്നത്തെ വേദഭാഗത്തിൽ നിന്ന് വിശുദ്ധ മർക്കോസ് 8:1-10 വരെ ഭാഗം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കർത്താവ് മുൻകൈ എടുക്കുന്നവരെ മുമ്പേ രാജ്യവും നീതി അന്വേഷിച്ച് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് പരിശുദ്ധാത്മാവ് മുൻകൈ എടുക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ടില്ല ഞങ്ങൾ ഇതുവരെ. ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ യാചിക്കാമെങ്കിൽ ദൂരസ്ഥരും സമീപസ്ഥരും തമ്മിൽ അടുക്കാൻ പോവുകയാണ്. പലരും ചെതറിപ്പോയതിൻ്റെ കാര്യം അസമയത്ത് അസ്ഥാനത്ത് മുൻകൈ എടുത്തുകൊണ്ടാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തിൽ ആ പാഠം പഠിപ്പിക്കുന്നുണ്ട്. 1-ാം ദിവസത്തിൻ്റെ സന്ധ്യയ്ക്ക് തന്നെ ശിഷ്യന്മാർ മുൻകൈ അങ്ങെടുത്തു. ഇവരെ പറഞ്ഞു വിടുന്ന വല്ലതും കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളെ വല്ലതും കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശലായി. അവസാനം ഉണ്ടായിരുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെങ്കിലും ശിഷ്യന്മാർ മുൻകൈ എടുത്ത് ചെയ്തൊരു കാര്യമായിരുന്നതുകൊണ്ട് അസന്തുഷ്ടിയിൽ കലാശിച്ചു. 5000 പേർക്ക് തൃപ്തി വന്നെങ്കിലും വിളമ്പി 12 പേർക്ക് കഴിക്കാനത്തില്ല. കർത്താവിന് സംതൃപ്തി ഉണ്ടായില്ല. പിശാച് ഇളകി. ഇവർക്കെതിരായ കേസ് കൊടുത്തു. കർത്താവിന് കോടതിയിൽ പോകേണ്ടി വന്നു. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. നിന്റെ ശിഷ്യന്മാരെ കുറിച്ച് കേസ് വന്നിരിക്കുന്നു, അവരെ വെള്ളം കുടിപ്പിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആ കേസ്, അവരെ വേണമെങ്കിൽ വന്ന് വാദിച്ചോളാൻ പറഞ്ഞു. പിതാവ് പറഞ്ഞതനുസരിച്ച് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് കർത്താവ് മലയിലേക്ക് പോയതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പൊഴിച്ച അത് ഒറ്റ ദിവസം, 1-ാം ദിവസത്തിന് സന്ധ്യയ്ക്ക് നടന്ന സംഭവം. ഇത് 3-ാം ദിവസത്തിൽ ഇവർ അനങ്ങിയില്ല. അപ്പോൾ ആദ്യത്തെ പാഠത്തിൽ നിന്ന് അവർ പാഠം പഠിച്ചു. ഇനി ഞങ്ങളാരും ഒന്നിനും മുൻകൈ എടുക്കണ്ട, അവൻ്റെ കൂടെ അങ്ങ് ഇരുന്നാൽ മതി. ആ പാഠം പഠിച്ചപ്പോൾ കർത്താവ് മുൻകൈ എടുത്ത് സന്തുഷ്ടമായി. ഈ 2 കാര്യവും, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചാൽ നിങ്ങൾ പാഠം പഠിച്ചോ. ഈ നോമ്പ് കാലത്ത് പഠിക്കേണ്ട വലിയ പാഠം ഇതാണ്. നമ്മളെല്ലാ അസന്തുഷ്ടിക്കും അതൃപ്തിക്കും വഴക്കിനും എല്ലാം കാണും. ആ സമയത്ത് അസ്ഥാനത്ത് എന്തിനൊക്കെയോ നമ്മൾ മുൻകൈ എടുത്തു. പിശാചും കൂടെ കൂടി ഇപ്പോൾ ദുഃഖത്തിലും അസന്തുഷ്ടിയിലും കലാശിച്ചിരിക്കുന്നു. ക്ഷമ ചോദിച്ചുകൊണ്ട് ദൂരസ്ഥരായി പോയവരെ നമുക്ക് സമീപസ്ഥരാക്കണം. ദൂരെ പോയവർ, പിണങ്ങിപ്പോയവർ, ചെതറിപ്പോയവർ, മുറിഞ്ഞുപോയവർ, തെറിച്ചുപോയവർ എല്ലാവരെയും ഒന്നാക്കി ഒരിടയിൽ എഴുത്തുവാക്കും. എല്ലാവരും യേശുവിൽ ഒന്നാക്കും എന്ന് പറഞ്ഞ അനുഭവത്തിൽ നമുക്കിപ്പോൾ ഈ ഉള്ളവർക്കൊന്നും ഒന്നാകാം, സ്വർഗവുമായിട്ടൊന്നാകാം, പാതാളത്തിൽ കിടന്നവരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെയും കൂടെ ഒന്നാക്കാം. ഈ ശനിയാഴ്ച വാങ്ങിപ്പോരെ ഓർക്കുന്ന ദിവസം കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അവരെയും കൂടെ കൂട്ടി വിളിത്തി എല്ലാവരും ഒത്തൊരുമിച്ച് സന്തുഷ്ടരാകാൻ വേണ്ടി ഇപ്പോൾ തമ്മിൽ ക്ഷമ ചോദിക്കുകയാണ്. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെയും കൂടെ ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാനുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും ആദ്യം നമ്മുടെ വേദത്തിൻ്റെ കണ്ണയമൊന്നും ഉണ്ടായിക്കിട്ടെയാണ്. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവർ, വിജയകരമായ അനുഗ്രഹകരമായ 50 നോയമ്പിൻ്റെ 3-ാം വാരത്തിലെ അവസാന ദിവസം നമ്മൾ എത്തിയിരിക്കുന്നു. 3-ാം ശനിയാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാൻ ഭാഗ്യം നിന്ന കർത്താവിന് നന്ദി പറയാം. നമ്മൾ വായിച്ചു കേട്ടതായ തിരുവചനങ്ങളുടെയും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സന്തുഷ്ടി, സംതൃപ്തി, 3 ദിവസം എല്ലാം മറന്ന് ശിഷ്യന്മാരും വന്നവരും കർത്താവിൻ്റെ പാദത്തുങ്ങളിരുന്ന് കർത്താവിന് തൃപ്തിയാകുന്നത് വരെ ഇരുന്നു കൊടുത്തു. അവരുടെ വേറെ ഒരാവശ്യവും അവരുടെ മനസ്സിൽ വന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ വേവലാതികളും ആവലാതികളും വ്യാകുലങ്ങളും ആകാംക്ഷകളുമാണ് നമ്മളെ അസ്ഥാനത്തേക്ക് മുൻകൈ എടുത്തു പോകാനായിട്ട് പിശാച് പ്രേരിപ്പിക്കുന്ന സാഹചര്യം. എന്നാൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിലും എല്ലാം മറന്ന് എല്ലാം മാറ്റിവെച്ച് പിതാവ് നമുക്ക് സമ്മാനിച്ച ജീവിത പങ്കാളിയായ കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ ധർമ്മം അതാണ്, കൂടെ ഇരിക്കുക എന്നുള്ളത്. കൂടെ ഇരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. നമ്മൾ എത്ര നാൾ കൂടെ ഇരുന്നിട്ടുണ്ട്? നമ്മുടെ ഒരു കാര്യം ഇതുവരെയും ശരിക്കും നടക്കാഞ്ഞതിൻ്റെ കാര്യം പിതാവ് നമുക്ക് ജീവിത പങ്കാളിയായി തന്ന പുത്രൻ്റെ കൂടെ പുത്രനെ തൃപ്തിയാകുന്നവരെ ഇരുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇരുന്ന് കാണും, എന്നിട്ട് നമ്മളും കഴിഞ്ഞിട്ടങ്ങ് പോവുക.
അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ക്ഷമ ചോദിക്കാമെങ്കിൽ, കർത്താവേ, പിതാവ് എനിക്ക് സമ്മാനിച്ച ജീവിത പങ്കാളിയായ രക്ഷകനായ പ്രാണപ്രിയനായ കർത്താവേ, എൻ്റെ പ്രാണക്കുട്ടി നിൻ്റേതാണ്, വിവാഹ നിശ്ചയം ചെയ്ത് അങ്ങോട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ പ്രാണനെ കർത്താവിനും കർത്താവിൻ്റെ പ്രാണനെ നമുക്കും നൽകുവാൻ തക്കവണ്ണം പിതാവ് വിവാഹ നിശ്ചയം ചെയ്തതാണ്. പക്ഷെ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ടോ? ആ ആളിനെ നമ്മൾ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ നോമ്പ് കാലത്ത് കുടിശ്ശിക തീർത്ത് വേദോത്സവം വായിക്കാൻ വേണ്ടി വേദവായനക്കുറിപ്പ് എന്തുമാത്രം വേദഭാവം ഉണ്ടെന്നറിയാമോ? നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഒരു വേദവായനക്കുറിപ്പ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഈ നോമ്പ് കൊണ്ട് കുടിശ്ശിക തീർത്ത് വേദോത്സവം വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം രാവിലെയും വൈകിട്ടും കുർബാനയ്ക്കും ശനിയാഴ്ചയും ഞായറാഴ്ചയായിട്ട് കുറിച്ചിട്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ ലാക്കോടെ അത് വായിക്കണം. കർത്താവെ, ഞാനോ ഞങ്ങളുടെ കുടുംബമോ ഞങ്ങളുടെ പൂർവികരോ ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ ഭർത്താവും കർത്താവുമായ നിൻ്റെ കൂടെ നിനക്ക് തൃപ്തിയാവുന്നവരെ ഇരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ തൃപ്തിയാകാത്തത്. കർത്താവിന് തൃപ്തിയായി കഴിഞ്ഞേ നമുക്ക് തൃപ്തിയാവുള്ളൂ. മനസ്സിലായോ? സ്വർഗത്തിലെ അപ്പച്ചനെ തൃപ്തിപ്പെടുത്തണം, അപ്പോൾ പുത്രനെ കിട്ടും. അപ്പച്ചനെ കിട്ടണമെങ്കിൽ മറഞ്ഞിരിക്കാൻ പഠിക്കണം. മൗനമായിരിക്കാനും മറഞ്ഞിരിക്കാനും ഒതുങ്ങിയിരിക്കാനും അടങ്ങിയിരിക്കാനും ഒക്കെ പഠിച്ചാലേ ആ നീതി നിവർത്തിക്കുമ്പോഴാണ് പിതാവ് പുത്രനെ നമുക്ക് തരുന്നത്. പുത്രനെ കിട്ടിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി തൊട്ട് ഒരുപാടുള്ള വേദോത്സവം അങ്ങ് വായിക്കുക. ചുമ്മാ വായിക്കുകയില്ല, പരിശുദ്ധാത്മാവ് പറയുന്ന രീതിയിൽ വായിക്കാമെങ്കിൽ, വേദവായന കുറിപ്പനുസരിച്ച് വായിക്കാമെങ്കിൽ നമുക്ക് ആ വചനത്തിൻ്റെ ചുരുളഴിഞ്ഞ് അത് വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകുമെന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച വലിയൊരു കാര്യം. ചുരുളഴിഞ്ഞ് വന്ന മുദ്ര പൊട്ടി വന്ന വലിയൊരു സന്ദേശം അതാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 130 വാക്യത്തിൽ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകാൻ അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അപ്പോൾ നമുക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് അസമയത്ത് അസ്ഥാനത്ത് വല്ലത്തിനൊക്കെ കൂടി പോകുന്നത്. ഒരു ഗുണവുമില്ല, വെറുതെ ജീവിതം പാഴാക്കി കളയുക. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ പാഴായി പോയത് ആ കാര്യങ്ങളെല്ലാം തിരിയെടുക്കണമെങ്കിൽ ഇനിയും കുടിശ്ശിക തീർത്ത് പിതാവിൻ്റെ ഇരിക്കെ. പിതാവിൻ്റെ ഇരിക്കും പിതാവ് പുത്രനെ തരും, പുത്രൻ്റെ കൂടെ ഇരിക്കും പുത്രൻ പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ കാത്തിരുന്ന് കഴിയുമ്പോൾ സന്തോഷം കൊണ്ടങ്ങ് നിറയ്ക്കുമ്പം മോൻ പറയും, മോളെ എഴുന്നേര്, നമുക്ക് രണ്ടുപേർക്ക് എടുത്ത് മോൻ വെച്ചുകൊണ്ട് ഇന്ന പണിയാൻ കഴിയാം. എന്ത് രസമാണെന്ന് അറിയാം പണി. അതുകൊണ്ട് സ്വർഗീയ മണവാൾ നമ്മുടെ കഴുത്തേലൊരു നോവും കൂടെ വെച്ചിട്ട് ഇനി എഴുന്നേക്ക് ഇരുന്നത് മതി, നമുക്ക് രണ്ടുപേർക്കും കൂടെ നടക്കാമെന്ന് പറയും, ഇന്നടത്തോട് പോകാമെന്ന് പറയും, ഇന്നത് ചെയ്യാമെന്ന് പറയും. എത്ര രസമാണെന്നറിയാം ആ വേല. അപ്പം സന്തുഷ്ടി ലഭിച്ചുകൊണ്ട് വേല തയ്ക്കുന്ന ആഹാരമായിക്കൊണ്ട് സന്തോഷവും സ്നേഹവും പ്രത്യാശയും എല്ലാം പങ്കിട്ട് ഇരട്ടിയാക്കിക്കൊണ്ട് അനേകരുമായി പങ്കിട്ട് ജന്മസാഫല്യം അടയാൻ സാധിക്കും. ഇതിലെല്ലാം നമുക്ക് ഒത്തിരി കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക തീർക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ദൈവസന്നിധിയിരിക്കുന്നത്. ഇന്ന് 4000 കുടുംബങ്ങൾക്ക് സന്തുഷ്ടി ലഭിച്ചതിൻ്റെ രഹസ്യം നമ്മൾ പഠിക്കുക. അവർക്ക് ആദ്യ സന്തുഷ്ടി ലഭിച്ചത് അവരുടെ ആത്മാക്കൾക്കാണ്. ആത്മാക്കൾക്ക് എങ്ങനെ സന്തുഷ്ടി ലഭിച്ചു? ഈ 4000 കുടുംബങ്ങളുടെ ആത്മാക്കൾ യേശുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ യേശുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് 4000 പേര് കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അന്നത്തെ പ്രാണനിലേക്ക് തൻ്റെ കയ്യിലിരിക്കുന്ന ആത്മാവിനെ കൊണ്ട് കയറ്റി വിട്ടു. അയ്യോ, എന്തൊരു സുഖം! ഏതാ? ആത്മാവിനിരിക്കാനുള്ള ഇടമാണ് പ്രാണൻ, പ്രാണനിരിക്കാനുള്ള ഇടമാണ് ശരീരം. അപ്പം നമ്മുടെ ആത്മാവ് നമ്മുടെ പ്രാണനിൽ വസിച്ചാലേ പ്രാണന് സ്വസ്ഥതയുള്ളൂ. പ്രാണക്കുട്ടിക്ക് സ്വസ്ഥത വേണമെങ്കിൽ പ്രാണപ്രിയൻ അവിടെ കയറി ഇരിക്കണം. അപ്പം പിതാവ് തന്നിരിക്കുന്ന പുത്രൻ്റെ കൂടെ ഇരുന്ന് കഴിയുമ്പോൾ ഏറ്റവും അധികം ആദ്യം ആനന്ദിക്കുന്ന ആരാ? നമ്മുടെ ആത്മാക്കൾ, നമ്മുടെ സ്പിരിറ്റ്. അപ്പം നമ്മുടെ സ്പിരിറ്റിനെയല്ല, നമ്മുടെ ആത്മാവിനെ വഹിച്ചുകൊണ്ടാണ് യേശു മനുഷ്യാവതാരം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് എൻ്റെ എല്ലാവരുടെ ആത്മാക്കൾ ഇരിപ്പുണ്ട്. അതാണ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ പിതാവിൽ ഇരിക്കുന്ന പുത്രൻ്റെ കൂടെ നമ്മുടെ ആത്മാക്കളുണ്ട്, അറിഞ്ഞിരിക്കണം. പക്ഷേ ആ ആത്മാവിന് നമ്മുടെ ശരീരത്തിൽ കയറാൻ പോകുന്നുള്ള വേറൊരു വിഷയം. ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കയറിയാലേ ശരീരത്തിന് സുഖമുള്ളൂ. ഈ ശരീരത്തിൽ പിശാച് കയറിയിരുന്ന ഒരു സുഖവുമില്ല, ഒരു സ്വസ്ഥതയില്ല. അപ്പം ആർക്കെങ്കിലും ശരീരത്തിനോ മനസ്സിനോ അസ്വസ്ഥത ഉണ്ടതിൻ്റെ അർത്ഥം പിശാചിന് അവിടെ ഇടയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അവനെ ഇറക്കാനുള്ള പണി നോക്കണം ആദ്യം. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉപവാസാനം പ്രാർത്ഥന ഇല്ലാതെ യാതി പോവുകയുമില്ല. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ 4000 കുടുംബക്കാർക്ക് എല്ലാം മറന്ന് കൂടെ ഇരിക്കാൻ സാധിച്ച എല്ലാ കാര്യവും ആത്മാവ് ഇവർക്ക് സാധിച്ചു കൊടുത്തു. ഏതാ? 4000 കുടുംബങ്ങളെ കർത്താവിൻ്റെ കൂടെ ധ്യാനിക്കാനിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ പ്രാണനിലോട്ട് കയറാൻ തുടങ്ങി. അവർക്ക് പിന്നെ ഒന്നും അറിയണ്ട. അപ്പം ആ പ്രാണൻ ജന്മസാഫല്യം അടഞ്ഞു. ആ പ്രാണനെ എന്തിനാ സൃഷ്ടിച്ചത്? ഈ ആത്മാവിന് വേണ്ടിയാ. ആത്മാവും പ്രാണനും കൂടെ ചേർന്നപ്പോൾ അവർക്ക് സ്വസ്ഥത. ഇനി അവർക്ക് വേറെ ഒന്നും വേണ്ട. ആ 3 ദിവസം പോയത് അറിഞ്ഞില്ല. ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ എല്ലാം സാധിച്ചോളൂ.
ഒന്നുമില്ലായ്മ ഇതെല്ലാം സൃഷ്ടിച്ച ആളാ ആത്മാവ്. പിന്നെ എന്തിനാ? അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആകാൻ കഴിഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവെന്നോട് പ്രാണനിൽ വന്ന് വസിച്ചാൽ മതി. ശൂന്യതയിൽ നിന്നെല്ലാം ഉണ്ടാക്കിയ ആളാര്? പിന്നെ ഒന്നും വേണ്ടെന്നേ. പരിശുദ്ധാത്മാവ് വെച്ചാൽ വെള്ളവും കൂടെ മതി കാര്യം സാധിക്കാൻ. ഈ ലോകത്തിൽ കാണുന്ന സകലത ഉണ്ടാക്കിയത് എങ്ങനെയാ? വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ. വെള്ളത്തിന് പരിശുദ്ധാത്മാവിന് വല്ല പഞ്ഞമുണ്ടോ? വെള്ളത്തിനും പഞ്ഞമില്ല. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം തന്നെ നടക്കാത്തത്. ഈ അളവില്ലാതെ വരുന്ന പരിശുദ്ധാത്മാവ് ഇരിക്കാൻ അളവില്ലാത്ത സ്ഥലം വേണം. അളവില്ലാത്ത പരിശുദ്ധാത്മാവിന് ഇരിക്കാൻ അളവില്ലാത്തടത്തോളം സ്ഥലം. അതിനാ സമുദ്രം എന്ന് പറയുന്നത്. സമുദ്രത്തിനെ അളക്കാനും പോകും. അപ്പോൾ സമുദ്രം പോലെ ആഴമായ വിസ്തൃതമായ ഒരു ഹൃദയം ഉണ്ടാകാമെങ്കിൽ ആ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നദി പോലെ ഒഴുകി വന്ന് കയറിക്കൊണ്ടിരിക്കും. സംതൃപ്തി. അപ്പൊ അതാണ് നമ്മുടെ വിജയത്തിന്റെ അപ്പോൾ ഈ 4000 കുടുംബക്കാർ ഇരുന്ന് കൊടുത്തതിന്റെ കാര്യം, ഇരുന്നിട്ട് കാല് കഴിച്ചില്ല, പെരുത്തില്ല, ഒരസ്വസ്ഥ ഉണ്ടായില്ല, ആ സമയം പോയതോട്ട് അറിഞ്ഞുമില്ല. കാര്യം എന്താ? ശൂന്യതയിൽ നിന്ന് സകലവും സൃഷ്ടിച്ച പരിശുദ്ധാത്മാവ് അവരുടെ പ്രാണനിൽ കയറി, പ്രാണനിലൂടെ ശരീരത്തിലോട്ട് കയറി. അപ്പൊ ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെ സകല കാര്യവും ഈ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവ് കൊടുത്തു. പിന്നെ എന്നാ? സകല ആവശ്യങ്ങളും ഈ 3 ദിവസത്തെ സകല കാര്യങ്ങളും ഒരൊറ്റ ഇരിപ്പിൽ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പിന്നെ വേറെ ആവശ്യമൊന്നുമില്ല. ശൂന്യതയിൽ നിന്ന് പരിശുദ്ധാത്മാവ് സകലം ഉണ്ടാക്കിയതുപോലെ 3 ദിവസം കൊണ്ട് ഇവിടെ സകല ആവശ്യങ്ങളും 3 ദിവസം കൊണ്ട് സാധിച്ചു കൊടുത്തു. ആ ആത്മാവിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അപ്പം 3 ദിവസം കർത്താവിനുണ്ടായിരുന്ന ആത്മാവിയുടെ അകത്തോട്ട് കയറി സ്വർഗരാജ്യം വന്നു. അത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് സന്തോഷം ഉണ്ടായി. അവർക്ക് പോകണമെന്ന് തോന്നുന്നേ ഇല്ല. അവിടെ അങ്ങ് ഇരുന്നാൽ മതി. കർത്താവ് പറഞ്ഞ് ഇപ്രാവശ്യം ഇത്രയും മതി, എനിക്ക് തൃപ്തിയായി, പരിശുദ്ധാത്മാവിന് തൃപ്തിയായി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ശരീരത്തിന് ഇതിൽ കൂടുതൽ വഹിക്കാനും കഴിയില്ല. അതുകൊണ്ട് ശരീരത്തിന് വല്ലതും കൊടുക്കണം, ഞാൻ തരിക. തേണ്ട ഉള്ള അപ്പം ഇങ്ങോട്ട് താ, വഴുത്ത് മുറുക്കിയത് കൊടുത്തു, തൃപ്തിയായി. അപ്പോൾ ഉള്ളത് മതിയെന്ന് അധികമൊന്നും വേണ്ട. ഒന്നേ വേണ്ടു, അല്പം മതി. പക്ഷെ ആത്മാവും കൂടെ വേണം. ഇപ്പം എത്ര കിട്ടിയിട്ടും തൃപ്തിയായോ? അതിൻ്റെ കാര്യം എന്നാ? അത്യാഗ്രഹം കൂടെ ഉണ്ട്. അതുകൊണ്ട് പാതാളം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് പാതാളത്തിന്റെ പ്രത്യേകത. എത്ര കിട്ടിയാലും തൃപ്തി. കന്നട്ടയ്ക്കും പാതാളത്തിനും തൃപ്തി വരികയിലാണ്. അപ്പൊ നമുക്ക് അസന്തുഷ്ടിയുണ്ട്. അതിന്റെ അർത്ഥം പ്രാണൻ പാതാളത്തിലേക്ക് പോയി കന്നട്ട അകത്ത് കയറിയിട്ടുമുണ്ട്. എത്ര കന്നട്ട കാണും? കണ്ടുപിടിച്ചോണോ? കന്നട്ട ഇറക്കിയിട്ട് പരിശുദ്ധാത്മാവെന്ന് പ്രാവ് കയറിയിരിക്കണം. പ്രാവ് കയറിയിരുന്ന് കുറുകിയാൽ മതി, കാര്യമെല്ലാം നടന്നോളും. അങ്ങനെ നമ്മുടെ ഞരക്കം കൊണ്ടും കുറുകൽ കൊണ്ടും വേദന സങ്കടം കൊണ്ടും എല്ലാം സന്തുഷ്ടമായി തന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പിതാക്കന്മാർ പഠിച്ചത്. അവരെ ഉണ്ടായിരുന്ന മുഴുവൻ ഇട്ടേച്ച് മരുഭൂമിയിൽ പോയി പരിശുദ്ധാത്മാവിൽ അങ്ങ് നിറഞ്ഞു. അവർ പിന്നെ വേറൊന്നും വേണ്ടായിരുന്നു. വിശുദ്ധന്മാർ വീടും നാടും കൂടും എല്ലാം വിട്ട് അവരെ മരുഭൂമിയിലും മലയിലും ഗുഹയിലും ഒക്കെ കയറിയിരുന്ന് അവരുടെ പ്രാണനിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് കയറ്റി. പ്രാണനിൽ കയറിയ പരിശുദ്ധാത്മാവ് ശരീരത്തിലോട്ട് കയറിയ പിന്നെ വേറൊന്നും വേണ്ട, അവിടെ ഇരിക്കുക. സമയം പോകുന്ന അറിയുന്ന വർഷങ്ങൾ അങ്ങ് ഇരിക്കുക. അവർക്ക് ഒരാവശ്യവും പിന്നെ ഇല്ല. സ്വർഗം അവരിലേക്ക് കയറുക. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് ചത്ത് കഴിഞ്ഞ് കിട്ടാതിരിക്കുന്ന സാധനമാണെന്ന് വിചാരിക്കേണ്ട. അത് ഇപ്പോഴേ കിട്ടുന്നതാണ്. അതിപ്പോഴേ തുടങ്ങുന്നതാണ്. മാമോദിസായി തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ദിവസത്തെ പ്രാണനിൽ യേശുവിന് ഇരിക്കാനത്താൽ പരിശുദ്ധാത്മാവിന് ഇരിക്കാനത്താൽ സ്വർഗരാജ്യം അവിടേക്കും വന്നു കഴിഞ്ഞു. അങ്ങനെ മാമോദിസായിൽ തുടങ്ങുന്നതും മരിച്ചു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പൂർത്തീകരിക്കുന്നതുമായ അനുഭവമാണ് സ്വർഗരാജ്യത്തിന്റെ അനുഭവം. അതിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇടയ്ക്ക് പിശാച് കയറിയാൽ ബ്ലോക്കായി പോകും. പിശാചിന്റെ രാജ്യം കയറി വന്നാൽ ദൈവത്തിന്റെ രാജ്യം സ്തംഭിച്ചു നിൽക്കും. ദൈവത്തിന്റെ രാജ്യത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. അതിനെ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയാണ് കുമ്പസാരവും ഉപവാസവും പ്രാർത്ഥനയും അനുതാപമൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലോകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിറയാതെ പോയിരിക്കുന്ന വാങ്ങിപ്പോയവർ വെള്ളമില്ലാത്തിടന്ന് വിഷമിക്കുകയായിരിക്കും. നമുക്ക് നമ്മൾ വേണം വെള്ളം കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങിപ്പോയവർ പരിശുദ്ധാത്മാവിൽ 100% നിറയാതെ പോയതുകൊണ്ട് അവർ വരണ്ട ദേശത്ത് സ്വസ്ഥതയില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി അവർക്ക് വെള്ളം കൊടുത്ത് അവർക്ക് ജീവിക്കാൻ നമ്മുടെ ശരീരത്തെ കൂടെ കൊടുക്കുക. നമ്മുടെ കുടുംബസ്ഥർക്ക്, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് പ്രാണൻ 100% ആയിട്ടില്ലെങ്കിൽ നമ്മളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭാഗമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അവർക്ക് കൂടെ താമസിക്കാൻ നിൽക്കും. അവർക്ക് രക്ഷാപൂർത്തിക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഒരാൾ വിശ്വസിച്ച് കുടുംബം രക്ഷപ്പെടുന്നത് അറിയാം. അപ്പൊ ഇന്ന് ഈ ശനിയാഴ്ച ദിവസം നോമ്പിന്റെ 3-ാം വാരത്തിൽ 3-ാം ശനിയാഴ്ച നമ്മുടെ വാങ്ങിപ്പോയവർ മുഴുവൻ വന്നിട്ടുണ്ട്. മക്കളെ, ഞങ്ങൾക്ക് ഈ ധ്യാനത്തിന് വിടാൻ നേരം കിട്ടിയില്ല. ഞങ്ങൾ ഇനി ഓരോ കാര്യത്തിന് പറയാൻ ഓടി അവസാനം അങ്ങ് ചത്തു. നിങ്ങൾ കൊണ്ട് അടക്കുകയും ചെയ്തു. മെഴുതിരിയും കത്തിക്കുന്ന ധൂപം വീശുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടാത്ത പ്രാണനെ വീണ്ടെടുക്കാൻ നിങ്ങളുടെ ശരീരം മാത്രമേ എനിക്കുള്ളൂ, ഞങ്ങൾക്കുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ കൂടെ കരയാൻ വന്നിരിക്കുക. അങ്ങനെ അവർക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ അവിടെ പ്രാണനിലേക്ക് ആര് കയറണം? പരിശുദ്ധാത്മാവ് കയറണം, വചനവും കയറണം.
അതിനുവേണ്ടി നമ്മളിപ്പോൾ എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ ധൂമം വെക്കാൻ പോവുകയാണ്. 2 മെഴുതിരി അങ്ങോട്ട് കത്തിച്ച് വെച്ചാട്ട് ഒരു പായം അങ്ങോട്ട് ഇട്ടാട്ട് വന്നിരിക്കുന്നവരെ നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുന്നു. അവർക്ക് സാധിക്കാതെ പോയാലും സാധിക്കുക ഞങ്ങളെ വിട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം, വചനം വേണം, വചനം മുഴുവൻ വായിക്കണം, വചനം മുഴുവൻ ധ്യാനിക്കണം. വചനം തമ്പുരാന്റെ കൂടെ ഇരുന്നാൽ വചനം തമ്പുരാൻ മുൻകൈ എടുത്ത് വേണ്ടതെല്ലാം ചെയ്തോളും. മുൻകൈ എടുക്കുന്നതിനും എന്തൊക്കെയോ ചെയ്തു പോയി, ക്ഷമിക്കണം. ഞങ്ങൾ ഇനിയും കർത്താവ് എന്തെങ്കിലും മുൻകൈ എടുക്കുന്നവർ ഈ കർത്താവ് മതി എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനിപ്പോൾ നമ്മൾ ധ്യാനം നടത്തുകയാണ്. 3-ാം വാരത്തിന്റെ സമാപനത്തിൽ 3 ദിവസം എല്ലാം മറന്ന് വചനത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് വചനങ്ങൾ ഇണയേർത്ത് അവിടെ ഹൃദയ വചനത്തിന്റെ വികാസനങ്ങൾ വചനങ്ങൾ ഇണയേർത്ത് അവർ ധ്യാനിക്കത്തക്കവണ്ണം വചനത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുത്ത് മുദ്ര പൊട്ടിച്ച് വചനത്തിന്റെ വികാസനത്തിലൂടെ അവിടെ അല്പബുദ്ധി സ്വർഗീയ ബുദ്ധിയായി സ്വർഗീയ പരിജ്ഞാനമായി മാറിക്കഴിഞ്ഞപ്പോൾ അവരടങ്ങി ഒതുങ്ങി ദൈവത്തിൽ ഇരുന്നു കൊടുത്തപ്പോൾ സ്വർഗത്തിലെ പിതാവിനും സ്വർഗത്തിലെ പുത്രനും സംതൃപ്തി ലഭിച്ചപ്പോൾ ആ സന്തുഷ്ടി അല്പഭക്ഷണത്തിലൂടെ അല്പത്തിൽ അവിടെ അവർക്ക് കൊടുക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അധികമൊന്നും വേണ്ട കർത്താവ്, ഉള്ളത് നീ എടുത്തു തന്നാൽ മതി, ഉള്ളത് നീ ഒന്ന് വാഴ്ത്തിയാൽ മതി. ഉള്ള ഭാര്യ, ഉള്ള ഭർത്താവ്, ഉള്ള വസ്തു, ഉള്ള വീട്, ഉള്ള ജോലി, ഉള്ള സാഹചര്യം വന്നിരിക്കുന്ന ആരും ആയിക്കോട്ടെ, അവരെ നീ ഒന്ന് വാഴ്ത്തി ഞങ്ങളുടെ ഒന്ന് താ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ കൊതിക്കറിവുകളും എല്ലാ പരിഭവങ്ങളും എല്ലാ പിറുപിറുപ്പുകളും മാറ്റിവെച്ച് എല്ലാം സഹിച്ച് അവസാനത്തോടെ സഹിച്ച് നിന്ന് രക്ഷ പ്രാപിച്ച ആ വിശുദ്ധന്മാരെ പോലെ ഞങ്ങൾ ജീവിതയാത്ര തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ആദ്യം പിതാവിനെ തന്നെയാണ്. പിതാവിൻ്റെ സൃഷ്ടികളെക്കാൾ അധികം പിതാവിനെ തന്നെ ഞങ്ങൾക്ക് വേണം. പിതാവിൻ്റെ കൂടെ മറഞ്ഞിരിക്കുമ്പോൾ പിതാവ് തരുന്ന സമ്മാനമായി പുത്രനെ വേണം. പുത്രൻ്റെ കൂടെ ഇരുന്ന് കഴിയുമ്പോൾ പുത്രൻ തരുന്ന പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകി ആ ക്രിസ്തുവിനെ സേവിക്കുന്ന സാഹചര്യങ്ങൾ മനുഷ്യർക്കുള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം ആസ്വദിക്കുവാൻ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും സ്വർഗരാജ്യം സമീപത്ത് വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് അകത്ത് കയറാത്തതിന് ആരാ ഉത്തരവാദി? ദൈവം ഞങ്ങൾ തന്നെയാണ്. അപ്പം സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവരാജ്യം തള്ളിക്കളയാനോ അതിൽ സ്വീകരിക്കാനോ കയറാനോ ഞങ്ങൾക്ക് ഇന്നും വാതിൽ തുറന്നു കിടക്കുന്നു. ഞങ്ങൾക്ക് ഇതുവരെയും ദൈവരാജ്യം നീതിയോ സമാധാന പരിശുദ്ധാത്മാവോ സന്തോഷമോ പോരാടിയെടുക്കുവാൻ അത് കഴിയുന്നില്ല. ഞങ്ങൾ ക്ഷമിക്കണം. ഈ നോമ്പിലെ പിതാക്കന്മാർ നിന്നിരിക്കുന്ന വേദവായനക്കുറിപ്പനുസരിച്ച് വേദപുസ്തകം വായിച്ച് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവ് മനസ്സ് തെളിഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കയ്യിൽ തന്ന് ഞങ്ങളെ സന്തുഷ്ടരാക്കുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.